ഇത് തന്നെ ഈ മൈര തന്നെ അത് തന്നെ ഇവൻ തന്നെ ഇത് തന്നെ. ഞാൻ വിചാരിച്ച എന്തോ കൊണ്ട് ഒടിഞ്ഞിരിക്കുവെന്ന. ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഫേസ്ബുക്കിനകത്ത് അനുമോളല്ല അനീഷിന്റെ കുഞ്ഞമ്മയുടെ മോൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കട്ടപ്പ ചുട്ടുമണി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് രണ്ടിടത്തും ഫേക്കാണ് ആയിരുന്നു. അതെല്ലാം നമ്മൾ പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. നോക്ക് മക്കളെ നോക്ക്, ഇനാഗ്രേഷന് വന്ന് നിൽക്കുന്നുണ്ട് വെച്ചുകെട്ട് ടീമിന്റെ കൂടെ അതേപോലെ കടപിടിക്കുന്ന രീതിയിലാണ് കുണുമോള് വാവാൻ നിൽക്കുന്നത്. ഇപ്പൊ എവിടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്, ക്ലിവേജ് കാണിച്ചിരിക്കുന്നുണ്ടോ? കാലത്തിന്റെയും പ്രായത്തിന്റെയും ഒക്കെതായിട്ട് നമുക്ക് ഓരോ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. ആ മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. ജീവിതം മുന്നോട്ട് പോകുമ്പോഴത്തേന് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വളരെ അധികം അനിവാര്യമായിട്ടുള്ള കാര്യമായിരിക്കും. അത് ഈ സുഹൃത്ത് ബന്ധങ്ങൾ വളരുമ്പോഴും, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വരുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് പല മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ മാറ്റങ്ങൾ വരുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന രണ്ട് പേരെ ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഇത് കണ്ടിട്ട് ഈ അപരാധം പറയുന്ന ഈ തത്തമ്മ കുട്ടിയെ നമ്മൾ എന്തോ ചെയ്യണം എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ഇതിന് താഴെ കമന്റ് ചെയ്യുകയും വേണം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കമന്റ് ചെയ്യുക. പിന്നെ ഹൈപ്പ് കൊടുക്കാനുള്ളവന്മാരെല്ലാം എന്റെ വീഡിയോയ്ക്ക് കൃത്യമായിട്ട് ഹൈപ്പും കൊടുത്തോണം. അപ്പൊ നമുക്ക് ആദില നൂറയുടെ ഒരു ലൈവ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള അവരുടെ ലൈവ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനകത്തൊരു 2 പോർഷൻ ഞാൻ ഉൾപ്പെടുത്താം. എപ്പോഴും തിരിച്ചറിവ് നല്ലതാണ്, മാറ്റങ്ങൾ വരുന്ന നല്ലതാണ്. മറ്റൊരു വ്യക്തി അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ നിർത്തണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. ഒരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ മാറ്റി ഒരു സൈഡിലോട്ട് നിർത്തണമെന്നൊന്നും പറയത്തില്ല. തെറ്റുകൾ സംഭവിക്കാം, മനുഷ്യർ സഹജമായിട്ട് തെറ്റുകൾ സംഭവിക്കാത്ത ആരുമില്ല. നമ്മുടെ ഈ പ്രായത്തിനിടയിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് തന്നെ എത്ര ആൾക്കാരുമായിട്ട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും, തെറ്റിദ്ധാരണകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ആ തെറ്റിദ്ധാരണകളുടെ പുറത്ത് നമുക്ക് അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ കളഞ്ഞിട്ട് പിൽക്കാലത്ത് നമ്മൾ ചിന്തിക്കത്തില്ല, എനിക്ക് അന്നൊരു തെറ്റ് പറ്റി, പക്ഷെ ഇപ്പോഴും എനിക്ക് അവന്റെ കൂടെ നിന്നാൽ കൊള്ളാമെന്ന് നമുക്ക് ഒരു മനസ്സിലൊരു റിഗ്രറ്റ് കാണുമല്ലോ. ചിലപ്പോൾ ഈഗോ ഒന്ന് പുറത്തോട്ട് കാണിച്ചില്ലെങ്കിലും നമ്മൾ മനസ്സിലൊരു റിഗ്രറ്റ് കാണുമായിരിക്കും. ആ സംഭവം ഒന്ന് ചിലപ്പോൾ ഒരു തവണ വന്ന് എന്നോടൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ അവനുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോ, അല്ലെങ്കിൽ അവളുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിപ്പോ, അതായിരിക്കും നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ കാണാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു അവസരം തന്നെ ആയിരിക്കും. എന്തായാലും ആ ഒരു ലൈവിന്റെ പീസ് നമുക്കൊന്ന് കണ്ടുപോകാം ആദ്യം. പോലെ ഇരിക്കും. താങ്ക് യു സോമിയ. രണ്ടാളെയും ഇങ്ങനെ കണ്ടാൽ മതി. ടൺസ് ഓഫ് ലവ് ടു ബോത്ത് ഓഫ് യു. ടേക്ക് കെയർ. ആരെയൊക്കെ അക്സെപ്റ്റ് ആക്കിയാലും ദാറ്റ് വൺ വേണ്ട കേട്ടോ. ലൈഫിൽ നെയിം മെൻഷൻ ആക്കുന്നില്ല. കട്ടപ്പ ചുട്ടുമണി ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് രണ്ടിടത്തും ഫേക്കാണ് ആയിരുന്നു. അല്ലെങ്കിൽ നമുക്ക് നമ്മൾ പോരെ അല്ലേ ബേബി? അതെ. ഫൈനലി ആദിലയും നൂറയും വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് കട്ടപ്പ എന്ന് പറഞ്ഞൊരു വ്യക്തി ഫേക്ക് ആയിരുന്നു എന്നുള്ളൊരു കാര്യം. ഇവര് ബിഗ് ബോസിനകത്ത് ഈ അനുമോളുമായിട്ട് മറ്റെന്തോ പട്ടാ ഗേൾസോ ആ ഒരു രീതിയിലൊക്കെ കോംബോ പിടിച്ച് നടന്നപ്പോഴും ഇവർ ആ റൂമിനല്ലാതെ പുറത്ത് അവസാന സമയത്തൊക്കെ വന്ന് ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ച് കിടന്നപ്പോഴൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം തന്നെ. അതിനുശേഷം ഈ റീ എൻട്രിക്ക് ശേഷം കട്ടപ്പയുടെ ഒരു ഇൻഫ്ലുവൻസ് ഇവരുടെ ജീവിതത്തിലും അല്ലെങ്കിൽ ഇവരുടെ കരിയറിലും ഇവരുടെ ബിഗ് ബോസിനുള്ളിൽ ആ ഒരു കുറച്ചധികം സമയങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയി പോയിട്ടുണ്ട്. കാരണം കട്ടപ്പ പുറത്തു നിന്ന് വരുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ അകത്ത് നിൽക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തി പുറത്തു നിന്നാണല്ലോ വരുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി അനുമോൾക്ക് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റയടിക്ക് അനുമോളുടെ എതിരെ വ്യക്തമായിട്ട് തിരിയുകയും ഇവര് 3 പേരും കൂടെ അല്ലെങ്കിൽ 4 പേരും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് സംസാരിച്ചിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള മറ്റൊരു വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവരായിട്ട് തന്നെ അനുമോളുടെ തലയിലേക്ക് ഇട്ട് അത് അത്രയും ആ വന്നിരിക്കുന്ന റീ എൻട്രി ചെയ്തിട്ടുള്ള 10-20 ആൾക്കാരുണ്ട് അവരുടെ എല്ലാം മുന്നിൽ വെച്ച് അനുമോളുടെ തലയിലേക്ക് ഏൽപ്പിച്ച് അനുമോളെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്യുകയും ചെയ്തു. ഒരു 80% ആ പെൺകുട്ടി അവസാനത്തേക്ക് ഇത്രയധികം വോട്ട് കിട്ടി ജയിക്കാനുള്ളൊരു കാരണം ഈ ഒരു പ്രോസസ്സ് തന്നെ ഇവർ നടത്തി കൂട്ടത്. അപ്പൊ പുറത്തുനിന്ന് വന്ന കട്ടപ്പ ഈ ആദിലയുടെ നൂറയുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തൊരു കാര്യം. പക്ഷെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ കട്ടപ്പ പറയുന്നതിന് എതിർത്ത് നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നൂറാന്ന് പറഞ്ഞൊരു വ്യക്തി ആ ടോപ്പ് 4-നകത്ത് വരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു. അവിടെയും ഇവർ വ്യക്തമായ ഇവരുടെ ചിന്തയിൽ കളിക്കാതെ മറ്റൊരു വ്യക്തിയുടെ ചിന്തയിൽ കളിച്ചതുകൊണ്ടാണ് ഇവർക്ക് അവിടെ ഫ്ലോപ്പ് ആയത്. അതിനുശേഷം ഇവർ പുറത്തേക്ക് വന്നതിന് ശേഷം ആ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നടന്നിട്ടുള്ള മറ്റു വ്യക്തികൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർ പുറത്തു വന്നതിന് ശേഷം വീഡിയോസ് കണ്ടു, ഓരോ ക്ലിപ്പ് ബൈറ്റുകൾ കണ്ടു, ഇവിടെ കൂടെ സഹകരിച്ച വ്യക്തികൾ പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വന്നപ്പോഴത്തേക്കിന് ഇവർക്ക് മനസ്സിലായി വന്നു കയറിയത് കട്ടപ്പയെക്കാട്ടിലും വലിയൊരു സാധനമായിരുന്നു. സോ നമുക്ക് അതുമായിട്ട് ഇനിയും വലിയ കൂട്ടൊന്നും വേണ്ട. അതൊന്നും നമ്മൾ ആ ബിഗ് ബോസിനുള്ളിൽ വെച്ച് കണ്ടതുപോലല്ല പുറത്ത് വന്നപ്പോൾ അവർക്കെല്ലാം അവരുടേതായ ജീവിതം കാണും, അവരുടേതായ രീതി കാണും. ആ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ആയിട്ട് അവർ രീതിയിലേക്ക് പോയി. സോ അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കട്ടപ്പ എന്ന് പറയുന്നൊരു പേര് ഈ കുറച്ചധികം യൂട്യൂബേഴ്സ് ഇടാനുള്ള കാരണം ഇത് തന്നെയാണെന്നും വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അമ്മ കട്ടപ്പ എന്നവരെ മോളെ വിളിക്കാനിടയായ സാഹചര്യവും ഇത് തന്നെയാണെന്നും
വ്യക്തമായിട്ട് ഇവർക്ക് മനസ്സിലായി, അതിനകത്തൊരു റിഗ്രറ്റ് അവർക്കുണ്ട്. ചിലപ്പോൾ ആ ഒരു സീസണിൽ അവിടെ നിന്ന് അനുമോൾക്കെതിരെ തിരിഞ്ഞ് പല കാര്യങ്ങളും സംസാരിച്ചതിൽ ഇവരിപ്പോൾ നല്ല രീതിയിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെന്ന് ആ ഒരു സംസാര ശൈലിയിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അനുമോളിലേക്ക് കൂടുതൽ അറ്റാച്ച്ഡ് ആയി വരുന്നതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തി, അതായത് ഇപ്പോഴത്തെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കൂടെയുള്ള ഈ ദിയാസനെ പോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ വലിയ രീതിയിൽ പരാമർശങ്ങൾ അഴിച്ചു വിട്ടുകൊണ്ടിരുന്നു അനുമോൾ എന്നൊരു വ്യക്തിയെ കുറിച്ച്. പക്ഷെ നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കാതെ നിങ്ങൾ അവരിൽ നിന്നൊരാഗ്രഹം, സത്യം പറഞ്ഞാൽ നിങ്ങളുടെ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന ഒരിക്കലും നിങ്ങളല്ല. നിങ്ങളുടെ കൂടെ സഹകരിക്കുന്ന കുറച്ചധികം വ്യക്തികൾ ഈ ജനങ്ങളെ ഇങ്ങനെ സ്പ്ലിറ്റപ്പ് ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് അവോയ്ഡ് ചെയ്ത് മാറ്റുന്ന, ഇങ്ങനെ ഒഴുക്കി മാറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. ചിലപ്പം നിങ്ങൾ അവരുടെ കമ്പനി ആയതുകൊണ്ട് ആ ഒഴുക്കിൽ നിങ്ങളും പെട്ടേക്കാം, ആ ഒഴുക്കിനകത്തോട് നിങ്ങൾ പെട്ടേക്കാം. അല്ലാതെ നിങ്ങളെന്ന് പറയുന്ന ഒരു രണ്ട് വ്യക്തി ഒരിക്കലും ആരുടെ അന്യരല്ല, ആരും മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തികളല്ല. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. ആ ഒരു ഒഴുക്കിലേക്ക് നിങ്ങൾ പെടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഫ്രണ്ട്ഷിപ്പ് എല്ലാവർക്കും വേണം, പക്ഷെ പബ്ലിക് കാര്യങ്ങൾ, അവരുമായിട്ടുള്ള ഇടപഴകൾ നിങ്ങൾ ഇച്ചിരി കുറച്ച് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വീട്ടിൽ പോയി, ഞാൻ എപ്പോഴും എന്റെ വീഡിയോയിൽ പറയാറുണ്ട്, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു വീട്ടിൽ പോയി വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാത്ത ആരുമില്ല. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളുടെ കാര്യം ഫീൽ ചെയ്യുന്നത്, നിങ്ങളൊരു വീട്ടിൽ ചെന്ന് ദാഹിച്ച് ചെന്ന് വെള്ളം ചോദിച്ചാൽ തരാതായിട്ട് ആരും കാണത്തില്ല. ഉള്ള കാര്യം പറയാം, നിങ്ങൾ ഒരുപാട് പേർക്ക് അറിയാം, ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ അവസാന നിമിഷങ്ങളിലെ കുറച്ചധികം കാര്യങ്ങളാണ് നിങ്ങളെന്ന് പറഞ്ഞൊരു വ്യക്തിയെ ഒരു സൈഡിലേക്ക് കോർണർ ചെയ്യപ്പെടാനിടയുണ്ടായ സാഹചര്യം. അത് ജീവിതത്തിൽ ഇല്ലാതാക്കി നിങ്ങൾ റിഗ്രറ്റ് അല്ലെങ്കിൽ അത് തെറ്റായി പോയി തോന്നിയത് തന്നെ വലിയ നല്ലൊരു കാര്യം തന്നെ. അടുത്തൊന്ന് നോക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിങ്ങൾ. അതെല്ലാം നമ്മള് പറയാം. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല. ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. അല്ല, എനിക്ക് അങ്ങനെ ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. വാട്സ്ആപ്പ് പറയാം ആരുടെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് ആണ്. ഇല്ലല്ല, എനിക്ക് തോന്നിയ കാര്യമാണ്. ലൈക്ക് നൂറെ സംബന്ധിച്ച് അത് മിസ്റ്റേക്ക് ആണെന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചിലപ്പോൾ അത് ഈഗോ ക്ലാഷ് ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. പക്ഷെ ആദിലെ സംബന്ധിച്ച് ആദിലൊക്കെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി. ഒരിക്കലും നമ്മൾ തെറ്റ് അഡ്മിറ്റ് ചെയ്യുന്നത്, നമ്മൾ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ തെറ്റ് ശരിയാണ് എന്ന് നമ്മളായിട്ട് സ്വയം സ്ഥാപിക്കുന്നത് ഒരിക്കലും ഒരു മിസ്റ്റേക്ക് അല്ല. അവിടെ നമ്മൾ കുറഞ്ഞു പോകത്തില്ല, അവിടെ നമ്മൾ താന്നു പോകത്തില്ല, ഒന്നും ചെയ്യത്തില്ല. എന്ന് നമ്മൾ തെറ്റുകൾ കണ്ടുപിടിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്നു, അപ്പൊ നിങ്ങൾ മുകളിലേക്ക് കയറത്തില്ല, ഒരിക്കലും താഴോട്ട് പോകത്തില്ല. സത്യസന്ധമായ കാര്യമാണ്. ആദില ഒരു കാര്യത്തിൽ നല്ലൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം. പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. കഴിഞ്ഞാൽ ഉള്ളിൽ ഇപ്പൊ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമുക്ക് ആ ഹൗസിനുള്ളിൽ പല കാര്യങ്ങളും അനുമോളുടെ തലയിലേക്ക് കോർണർ ചെയ്ത സമയത്ത് അതിനകത്തെല്ലാം ഇത് ഇൻവോൾവ് ആയിട്ടുള്ള കാര്യങ്ങളാ. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാ. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ഷാനവാസുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഈ അപ്പാനി ശരത്തും ബിൻസി ആയിട്ട് ഒരു കോർണറിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു, ക്ലീവേജ് കാണിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ ഇവര് 3-4 ആൾക്കാരും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാ. ഈ അനുമോളുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഇവരുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം അവർ ഓപ്പൺ ആക്കി ചെയ്തൊക്കെ തെറ്റായി ഇപ്പം അതിലേക്ക് തോന്നിയേക്കാം. ആ തോന്നിയ കാര്യങ്ങൾ റിഗ്രറ്റോട് കൂടി തന്നെ പറയുന്നു. അതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ നൂറെ സംബന്ധിച്ച് ഇച്ചിരി വിട്ടുകൊടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കൊച്ചു ബിഗ് ബോസ് കളിക്കാന്നാ തോന്നുന്നത്. ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയാ, മനസ്സ് തുറന്ന് പറയുക ആ നെയിം. ഇവള് കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. എന്നെ ഇഷ്ടമാണോ ഇല്ലെന്നൊന്നുമല്ല, അങ്ങോട്ട് എനിക്ക് ഇഷ്ടമാണ്. അതെ, നമുക്കിപ്പോ ഒരാളെ ഇഷ്ടപ്പെടുന്നതിന് ഇപ്പൊ അവരുടെ അനുവാദം ഒന്നും വേണ്ടല്ലോ. എനിക്കിപ്പോ മോഹൻലാലിനെ ഇഷ്ടമെന്ന് പറഞ്ഞ് പുള്ളിക്കാരനെ ഇഷ്ടപ്പെടണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് ആരുമാണെങ്കിലും ഇഷ്ടപ്പെടാം, അതിന് യാതൊരു ഇത് കുഴപ്പമില്ല. എന്നാൽ തെറ്റെന്തോന്ന് മനസ്സിലാക്കി അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇതുപോലെ ഓഡിയൻസ് കാണുന്ന ഒരു ഷോയിൽ തന്നെ പറയാനായിട്ട്, അല്ലെങ്കിൽ ഓഡിയൻസ് കാണുന്ന രീതിയിൽ പറയാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ അത് തന്നെ വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി ഞാൻ ഈ പറയാൻ പോകുന്നത് വ്യക്തമായിട്ട് നിങ്ങൾ കാണണം, അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ഫേസ്ബുക്കിനകത്ത് അനുമോളല്ല, അനീഷിന്റെ കുഞ്ഞമ്മയുടെ മോൻ ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് കാണണം. അനീഷിന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നും ഇല്ല കേട്ടോ. അനീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി മുണ്ടും പൊക്കി കുരിഞ്ഞു നിൽക്കുന്ന ഒരുത്തൻ, അത്രേ ഉള്ളൂ. ആ രീതിയിൽ ഇവനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവൻ അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വീഡിയോയ്ക്കകത്ത് സെന്റിമെന്റൽ BGM ഒക്കെ കയറ്റി അനുമോളുടെ വീഡിയോ വരുമ്പോഴത്തേക്കിന് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്ന സംഭവങ്ങൾ, പഴയ ക്ലിപ്പ്, അനുമോളുടെ കുഞ്ഞിലെ തൊട്ടിൽ കിടക്കുന്ന ക്ലിപ്പൊക്കെ എടുത്തോണ്ട് വന്ന് നീ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നീ തൊട്ടിൽ കയറി കിടന്നില്ലേടി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന് വീഡിയോ ചെയ്യുന്നതാ. എന്തോന്ന് എനിക്ക് അറിയത്തില്ല. ഇവൻ ബേസിക്കലി ഒരു മലമാണവാ. ബേസിക്കലി ഞാൻ ഒരു കാര്യം പറയാം, ഇവന്മാരെ സംബന്ധിച്ച് ഈ ഇന്ത്യക്ക് പുറത്ത് നിന്നോണ്ട് എന്ത് അപരാധവും സെക്ഷലി എന്തും പറയാം. നിങ്ങൾ വീഡിയോ കണ്ടു നോക്കണം. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇതിലും ഭേദം ഇവൻ പോയിട്ട് വല്ല എക്സിനകത്ത് കമ്പിക്കഥ പറയണം. അതായിരിക്കും നിനക്ക് നല്ല കാര്യം. പോയി കമ്പിക്കഥ പറ, നിനക്ക് അങ്ങനെ കുറച്ച് വ്യൂസിനെ കിട്ടുമായിരിക്കും. അല്ലാതെ വന്നിരുന്നിട്ട് ഒരു പബ്ലിക് ഫിഗർ ആയിട്ടുള്ള പെണ്ണിനെ കുറിച്ച്, അവളുടെ ശരീരഘടനയെ കുറിച്ച്, അവളെ മറ്റേതിനെ കുറിച്ച്, അവളെ മറിച്ചതിനെ കുറിച്ച്, അവരുടെ ക്ലീവേജ് കാണുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഈ പറയുന്നതിനകത്ത് എന്തർത്ഥമുള്ളൂ ഒന്ന് ആലോചിച്ച് നോക്കെ. നീ
നിന്നെ പോലുള്ളവന്മാര് ഒന്നാമത്തെ കാര്യം നിനക്കൊക്കെ ഇന്ത്യക്ക് പുറത്തിരുന്ന് തൊലിക്കാൻ അറിയോ? നീയൊക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ട് തിരിച്ചു പോകും ദൈവം തമ്പുരാൻ പോലും ചിലപ്പോൾ ഫ്ലൈറ്റോ സീറ്റോ ടിക്കറ്റോ പോലും അറിയാതായിരിക്കും നീയൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ കുറെ മലവാണങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പുതിയതായിട്ട് തല പൊക്കി വരുന്ന ഒരു വാണമായിട്ട് എനിക്ക് ഇവരെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവന്റെ പേര് വരുൺ VKR അങ്ങനെ കണ്ട എന്തോ ഇവന്റെ പേര് കിടക്കുന്നത്. അപ്പം ഇവന്റെ 2-3 വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ ഇത്രയും പറയാനിടേണ്ട സാഹചര്യം എന്താണെന്നുള്ളത്. ആദ്യത്തെ വീഡിയോ, അതായത് നമ്മുടെ അനീഷിന്റെ ഏറ്റവും ഉറ്റ ചങ്ങാതിയായ സുഹൃത്തായ ഷാനവാസിനെ കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും അനുമോൾക്കെതിരെ നിന്ന് കളിച്ചിട്ടുള്ള വ്യക്തികളുടെ നെഗറ്റീവ് മറ്റേത് വീഡിയോസ് മാത്രം പൊക്കി എടുത്തുകൊണ്ട് പോകും നമ്മളെ കാണിക്കാറില്ല. ചെയ്തിട്ടുണ്ട്. കട്ടപ്പയുടെ കാര്യം ചെയ്തിട്ടുണ്ട്. കട്ടപ്പ നല്ല രീതിയിൽ കുത്തിയപ്പോൾ അനീഷിന്റെ സംഭവം നമ്മൾ ഈ നിമിഷം വരെ അനീഷിന്റെ മറ്റൊരു വീഡിയോ നമ്മൾ കുത്തിപ്പൊക്കില്ല. അനീഷിന് എന്താ അങ്ങനെ ഉദ്ഘാടനം ചെയ്യേണ്ട കാര്യം എന്തോ ഒന്നും പറയില്ല. അവരുടേതായ പേഴ്സണൽ ലൈഫാണ്. പക്ഷെ ഇപ്പോഴും അളിയൻ ഈ പേഴ്സണൽ ലൈഫ് ഒന്ന് വിട്ടുകളയാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നോക്കാം. അദ്ദേഹം സ്വന്തം പഠിച്ച സ്കൂൾ UP സ്കൂളിൽ ചെറിയ ആദരവ്, അപ്പം അതിൻ്റെ വീഡിയോസൊക്കെയാണ് വൈറൽ. അപ്പം നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. ബിക്കോസ് നിങ്ങൾ ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അനീഷിനെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഇത് ഇപ്പോഴും അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് എവിടെയൊക്കെയാണ് സംസാരിക്കുന്നത് എടുക്കുന്നതൊക്കെ. ഹൗസിൽ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ബിഗ് ബോസ് സമയത്ത്. പക്ഷേ നിങ്ങൾ ഷാനവാസ് ബ്രോ ഭയങ്കര ഒരു റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് അനീഷ് ബ്രോയെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഈ ബേസിക്കലി ഈ തല മേളിലും താഴെ വീഡിയോ കാണിക്കുന്നവർ ഉദ്ദേശം എന്താണെന്ന് അറിയാം. ഞാൻ പറഞ്ഞ വീഡിയോ അതിന് സ്കിപ്പ് ചെയ്ത് ഇതൊന്നും ഇവന്റെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ കേട്ടിട്ടല്ല. ഇതിന്റെ താഴെയുള്ള വിഷ്വൽ കാണാനായിരിക്കും അതിനകത്ത് 85% ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ വിഷ്വലിന്റെ മേളിലുള്ള ഇവന്റെ മൂഞ്ചിയ തല കാണാൻ വേണ്ടിയിട്ട് ആരും നോക്കത്തില്ല, ആരും ഇരുന്ന് കാണത്തുമില്ല. ഇങ്ങനെയൊക്കെ പരിപാടി ചെയ്യാൻ നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചാൽ ആ ക്ലിപ്പിനെ കുറിച്ച് നീ ഒന്ന് ആധികാരികമായിട്ട് പറ. അതായിരിക്കും നല്ലത്. അല്ലാതെ ഇതിനകത്ത് ഒരു അർത്ഥമില്ലടാ. ഇത്ര നിനക്ക് ആളുകൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്റെ അപരാധം കാണാനായിട്ടല്ല, താഴെയുള്ള ക്ലിപ്പ് കാണാൻ വേണ്ടി മാത്രം. അതിന്റെ കൂടെ ഒരു സൈഡ് BGM ഒക്കെ കയറ്റി അടുത്ത് നോക്കാം. റോസമ്മ, അതെ മോനെ, ഒരുപാട് സന്തോഷം. ഞാന് ചെങ്ങന്നൂരിൽ നിന്ന് വരുവാണ്. എനിക്കിവിടെ ചെറിയ ബിസിനസ്, അതായത് ലോട്ടറിയും പപ്പടവും ഒക്കെ ആയിട്ട് ചുറ്റും ഞാനത് നിർത്തിയിട്ട് എൻ്റെ മോനെ കാണാനായിട്ട് 10 മണിയായപ്പോഴാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ തന്നെയാണ്. കാരണം എനിക്ക് എൻ്റെ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുന്ന ഒരു ദൈവം. ഓക്കെ, നമുക്ക് ഈ വീഡിയോക്കകത്തൊന്നും പറയില്ല. നല്ല കാര്യം. അനീഷിനൊക്കെ ഇതുപോലൊരു ഫാൻസ് വരികയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രായമുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമില്ല. ആരെ കൊണ്ടും അതൊന്നും അത്ര വലിയതായിട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിന്റെ കൂടെ തന്നെ അനീഷ് ഫാൻസ് ഷെയർ ആക്കണം, അടിച്ചു കയറി വാ. അനീഷ് ഫാൻസ് അതായത് അനീഷ് ഫാൻസിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി, അത്രേ ഉള്ളൂ. ഇവനെങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളത് എന്തോ ഭയങ്കര സംതൃപ്തിയോടുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അവൻ ചെയ്തോട്ടെ ചെയ്യുന്നതിന് നമുക്ക് യാതൊരു കുഴപ്പമില്ല. അതിന്റെ കൂടെ തന്നെ ഈ അനുമോൾ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ ഉദ്ഘാടനത്തിന് പോകുന്ന വീഡിയോസ് എടുത്തു വെച്ചിട്ട് കാണാൻ ആരുമില്ല. മുമ്പിലത്തെ ഒരു 4-5 സീറ്റ് കാണിച്ചു, അതിന്റെ ബാക്കിൽ മൊത്തം ആൾക്കാർ നിൽക്കുക, അത് കാണിക്കത്തില്ല. ആദ്യത്തെ 3-4 സീറ്റ് എടുത്ത് അത് മാനിപ്പുലേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഇവന്റെ ഈ പ്രോപ്പർ സംഭവം മാനിപ്പുലേഷനാണ്. ഈ മാനിപ്പുലേഷൻ കാരണമാണ് ഇവന്റെ ഈ ഒരു അക്കൗണ്ട് എടുത്ത് വെച്ച് ഇങ്ങനെ കാണിക്കാൻ ഇടേണ്ട സാഹചര്യം. കാരണം ഇവൻ പറയുന്ന കാര്യങ്ങളൊന്നും പ്രോപ്പർ അല്ല. ഏതെങ്കിലും ഒരു കുറച്ചധികം വ്യക്തികൾക്ക്, അതായത് ഒരു കുറച്ച് ചെറിയ സ്പേസിലുള്ള കുറച്ച് ആൾക്കാർക്ക്, അത് കംപ്ലീറ്റ്ലി ഈ പറയുന്ന അനീഷ് ഫാൻസ് എന്ന് പറയുന്ന അനീഷിനെ ഇഷ്ടപ്പെടുന്നിട്ടുള്ള ഇപ്പൊ നമ്മൾ ഈ കണ്ട അമ്മയെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. ചില ഈ പൊട്ടക്കണത്തിൽ കിടക്കുന്ന ഒരു തവളയുണ്ടല്ലോ, ആ തവളയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഈ റിങ്ങിനകത്ത് കിടക്കുന്നതായിരിക്കും. അതിന് അവർക്ക് പുറം ലോകം കാണാത്തതുകൊണ്ട് ഈ റിംഗ് എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ കൊട്ടാരം. ഈ ലോകം എന്ന് പറയുന്നത് ഈ റിംഗ് ആണ് എന്ന് മാത്രം മനസ്സിലാക്കുന്നവരാ. അവിടെ നിന്ന് ചാടി ഇവര് സമുദ്രത്തിലേക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ ആ കിടന്നിരുന്നത് വെറും ഇതിലായിരുന്നത്, ആ ഒരു റിങ്ങിനകത്തായിരുന്നത്. അതുപോലെ ആ റിങ്ങിലുള്ള കുറച്ചധികം വ്യക്തികളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി മാത്രം അതിന് മേളിൽ ഇരിക്കുന്ന മാക്കാച്ചി തവളയായിട്ടാണ് എനിക്ക് ഇവനെ ഫീൽ ചെയ്യുന്നത്. ഇനി ഇവൻ ഈ പറയുന്ന ഇവനൊന്നും ഈ നാണമില്ലാത്തവരെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കാണിക്കുമ്പോഴത്തേക്ക് ലേശമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇമാതിരി പരിപാടി കാണിക്കത്തില്ല. ഒരു പെണ്ണിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ട് അവളുടെ ക്ലീവേജ് കാണുന്ന കാര്യത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിട്ടതല്ല. ഇപ്പൊ കുണുമോൾ വലിയൊരു ചർച്ചയല്ല നമുക്ക്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പല വിഷയങ്ങൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയിൽ കുണുമോളുടെ ഇപ്പം ചർച്ച ചെയ്യാനൊന്നുമില്ല. ഇപ്പൊ എവിടെ ഇന്റർനാഷണൽ ട്രിപ്പ് പോവാണ്, ക്ലിവേജ് കാണിച്ചിരിക്കുന്നുണ്ടോ? എവിടെ ഇനാഗ്രേഷന് പോയതിന്റെ ഒരു അപ്ഡേറ്റ്സും കിട്ടിയില്ല. മറ്റേ വിക്രമാദിത്യനും വേതാളവും കൂടെ പെരിന്തൽമണ്ണയിലൊക്കെ എന്ന് പറഞ്ഞിട്ട് മെനഞ്ഞാന്ന് തള്ളി മറിച്ചിരുന്നു കണ്ട് ഉദ്ഘാടനത്തിന്. അതിന്റെ ഒരു സംഭവം നമ്മൾ കാണുന്നില്ല. എവിടെ ജ്യൂസ് കുടിക്കുന്ന 2-3 കണ്ട് ആക്രാന്ന് പിടിച്ചിട്ട്, അത് മാത്രമേ കണ്ടുള്ളൂ. ദാഹിച്ചിട്ട് ജ്യൂസ് കുടിക്കുന്നൊക്കെ പറഞ്ഞ് ക്യാപ്ഷൻ ഇട്ട് ആരണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇരിക്കുന്നുണ്ടോ കുണുമോള് ക്ലിവേജോ കാണിച്ച്? ഒരു പ്രശ്നമില്ല കുലസ്ത്രീക്ക്. അല്ല, 1-ാം തരം സദാചാരക്കാരിയായിരുന്നു അല്ലേ? പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവളെ ഇത് തന്നെ ഈ മൈര തന്നെ അത് തന്നെ ഇവൻ തന്നെ ഇത് തന്നെ. ഞാൻ വിചാരിച്ച എന്തോ കൊണ്ട് ഒടിഞ്ഞിരിക്കുമെന്ന്. അതേപോലൊക്കെ ഒരു സൈഡിൽ കൂടെ ഇപ്പുറത്തെ ഒരു വീഡിയോയിൽ കുറി തൊട്ടിട്ട്
അനുമോളെ കുറിച്ച്. അപ്പുറത്തെ വീഡിയോ ഇത് താനാ ഇത് താനാ ഇത് തന്നെ. ഇതിപ്പോ നീ വേണേ പറയാം അനുമോള് ക്ലീവേജിനെ കുറിച്ച് സംസാരിച്ച് നീ കണ്ടില്ലാടോ, അവിടെ പോയി എന്നൊക്കെ ചോദിച്ചു വരണ്ട. അത് അവരുടെ ഗെയിമിന്റെ ഭാഗമായിട്ട് അനുമോള് മാത്രമല്ല 3-4 പേര് കൂടിച്ചേർന്ന് സംസാരിക്കുന്ന ഒരു കാര്യം. അതിന്റെ കൂട്ടത്തിൽ നീ ആദ്യം കാണിച്ച ഷാനവാസ് ഉണ്ടല്ലോ, ഷാനവാസും കൂടെ കൂടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. പറയുമ്പോൾ നീ അതും കൂടെ എടുത്ത് വെച്ചിട്ട് ഈ വീഡിയോ കാണുവാണെങ്കിൽ തിരിച്ച് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം, അതിന് ഉചിതമായിട്ടുള്ള കാര്യം. ഇവരുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല നിന്റെ വീട്ടിൽ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഭാര്യയ്ക്കോ അവർക്കൊന്നും നിന്റെ മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. നീ ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത് ക്ലീവേജ് കാണുന്നുണ്ടെന്നായിരിക്കും. കാരണം അതുപോലുള്ള ബിഹേവിയർ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനൊക്കെ ഇവിടെ കാണാൻ വരുന്നത് പറയുന്നെങ്കിൽ ഒരു കേസ് കൊടുത്ത അളിയന്റെ FIR ഇട്ട് ഈ എടുക്കുന്ന ഫോൺ ഉണ്ടല്ലോ, ഫോൺ ഉൾപ്പെടെ തൂക്കി എടുത്തോണ്ടങ്ങ് പോയാനായിരുന്നു. നീ ഏതോ പോയി പൊനത്തിനകത്ത് സംസാരിക്കുന്ന ഒരുത്തനെ. എന്തായാലും ഉള്ള കാര്യങ്ങളെല്ലാം നല്ല നോക്ക് മക്കളെ നോക്ക്. ഇനാഗ്രേഷന് വന്ന് നിൽക്കുന്നുണ്ട് വെച്ചുകെട്ട് ടീമിന്റെ കൂടെ അതേപോലെ കടപിടിക്കുന്ന രീതിയിലാണ് കുണുമോള് വാവാൻ നിൽക്കുന്നത്. എന്തായാലും ഉള്ള സമയത്ത് ഇത് നമ്മളൊന്നും പറയാൻ പാടില്ല. ഇവള് മറ്റുള്ള ആൾക്കാരുടെ വിധാനം അവരുടെ കാര്യങ്ങളെല്ലാം നല്ല വാച്ച് ചെയ്യും, നല്ല കുറ്റം പറയും. പക്ഷെ ഇവള് വെച്ച് കെട്ടും, ഇവള് വന്ന് നിൽക്കും പ്രൊജക്ട് ചെയ്യും. അവർക്കൊരു വിഷയമല്ല, നമ്മളൊന്നും പറയാൻ പാടില്ല. ഇനിയൊന്നും കണ്ടിട്ട് നമ്മൾ വെറുതെ വിടാൻ പാടില്ല. 10 മാളൂർ കാണട്ടെ ഇവള് വെച്ച് കെട്ടി വന്ന് നിൽക്കുന്നത് മാളവിക മേനോനെ പോലെ തന്നെ. വരുമ്പോൾ ഇവളും ആ ഒരു മാർക്കറ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിനെക്കാട്ടിൽ കുറച്ചുകൂടെ പ്രൊജക്ട് ചെയ്ത് വന്ന് നിൽക്കും നോക്കിക്കോളൂ ചാൻസ് പറയുമ്പോഴേ. എനിവേ ഇതിനൊന്നും അവൾക്കൊരു വിഷയമല്ല. ഇവൾക്ക് എന്ത് ആകാം, വേറെ ആരെങ്കിലും ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവൾ ഹൗസിൽ കാണിച്ചിട്ടുള്ള പൊക്കാറുകൾ എന്താല്ലേ. ഇവള് ഭയങ്കര സംഭവമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഇവളെ പറ്റി പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്രമാത്രം. പക്ഷേ ഇപ്പം തന്നെ വെച്ച് കെട്ടി വന്നിരിക്കുന്നതിന്റെ ഒരു കൂസലും ഇല്ല. വേറെ വല്ലവരും ആണെന്നുണ്ടെങ്കിൽ ഇവള് പൊഴുകി കുട്ടിയാനെ. എന്താണ് ചില ആള് ഇടാ തന്തയ്ക്ക് മുമ്പുണ്ടായ തത്തമ്മയുടെ മോനെ അനുമോളുടെ 2 വർഷം അങ്ങോട്ട് പഴക്കമുള്ള ഒരു വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് അത്യാവശ്യം വണ്ണം വെച്ചിരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ എടുത്തോണ്ട് വന്നിട്ട് ബിഗ് ബോസിന് ശേഷം വെച്ച് കെട്ടിക്കൊണ്ട് ഇനാഗ്രേഷന് പോയി എന്നൊക്കെ പറയാനായിട്ട് ഇടാ. ഈ വീഡിയോ എടുത്തിട്ട് നിനക്കൊരു തള്ള കാണുമല്ലോ, ആ തള്ള ഒന്ന് കാണിച്ചു നോക്കണം. അമ്മേ ഞാൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ എന്റെ പുതിയൊരു വീഡിയോ ആണ്, അമ്മ ഇതൊന്ന് കാണൂ, എങ്ങനെയുണ്ട് അമ്മ പറയപ്പെടുത്തേക്കിനെ. അമ്മ പറയുമ്പോഴത്തേന് ആ കൈയുടെ അകത്തുനിന്ന് ഒരു അല്പം നീ മാറി നിന്നിട്ട് ഇത് കാണിച്ചിരിക്കുന്നതായിരിക്കും നിനക്ക് ആരോഗ്യത്തിന് നല്ലത്. കാരണം ഒരിക്കലും സ്വന്തമായിട്ട് നിന്നെ അത്ര സ്നേഹിക്കുന്ന ഒരു ഭാര്യ ഉണ്ടെങ്കിൽ പോലും അവര് പോലും നിന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഈ തെമ്മാടിത്തരം അഴിച്ചു വിടുന്നതിന് കാണിക്കുന്നതിന് എടാ മാനിപ്പുലേറ്റ് ചെയ്, ആൾക്കാർക്ക് വിശ്വസിക്കുന്ന രീതിയിലുള്ള മാനിപ്പുലേഷൻ ചെയ്. നാണമില്ലല്ലോ പഴയ വീഡിയോ കുത്തിപ്പൊക്കി എടുത്തോണ്ട് ഇമാതിരി അപരാധം പടച്ചു വിടാനായിട്ട്. കുറിയേറെ ശ്രദ്ധിക്കുന്നതാണ് കറക്റ്റാണ്. കുറെ ആൾക്കാർ പറയും ഇവിടെ പൊള്ളത്തിയാണെങ്കിൽ ഇവിടെ ആൾ ഭയങ്കര വില്ലത്തിയാണ്. കുറെ ആൾക്കാർ കമന്റ് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് കാര്യമാണ്. ബിക്കോസ് ഇവളുടെ കുറെ മന്ത്രവാദങ്ങളും പരിപാടികളും അതെല്ലാം പുറത്തായില്ലേ. ഒരു ജോത്സ്യം തന്നെ വന്നവൾ കറക്റ്റ് ഏജ് പറയുന്ന ജോത്സ്യന്റെ കുറിപ്പാണ് നമുക്ക് ഇവിടെ ഏജ് തന്നെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. 33 വയസ്സ്, അല്ലെങ്കിൽ അവൾ 28 വയസ്സുള്ള കുഞ്ഞാവെന്നും പറഞ്ഞ് നടന്ന. പിന്നെയാണ് മനസ്സിലാവുന്ന ജോത്സ്യം എന്ന് പറഞ്ഞപ്പോഴാണ് 33 വയസ്സുണ്ടെന്ന്. അതെന്തെങ്കിലും ആയിക്കോട്ടെ, വയസ്സിന്റെ കാര്യം നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇവളെ ഈ പട്ടി ഷോ ഡോഗ് ഷോ ഇങ്ങനെ വന്ന് വെച്ച് കെട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്യും. ആ മാളവിക മേനോനെ ഇവരായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. നാളെ അന്നാലിച്ചിനെ പോലെ ഇവലും നാളെ വെച്ച് കെട്ടി വന്ന് ഇനാഗ്രേഷൻ ചെയ്യും. നിങ്ങൾ നോക്കിക്കോളൂ, അതെല്ലാം നമ്മൾ കണ്ടുവരും. ഇനി വല്ലാതെ നടക്കട്ടെ. കൂട്ടത്തിൽ അനുമോള് മാത്രമല്ല ബാക്കിയുള്ള 2 പെണ്ണുങ്ങൾക്കും 2 തടിയിട്ട് കൊടുത്തേക്കുക. ഇവൻ സത്യം പറഞ്ഞു ഇവൻ എന്തോ ഗുരുതരമായിട്ടുള്ള കുഴപ്പമുണ്ട്. ഇവൻ എന്തെങ്കിലും ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിച്ച് കെട്ടിയിട്ടിട്ട് ബോയ്സിനെ വിളിച്ച് ഏൽപ്പിച്ചിട്ടുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഇവ അനുമോൾക്ക് ടെക്സ്റ്റ് ചെയ്ത് അനുമോളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അനുമോളുടെ പുറകെ അങ്ങോട്ട് നടന്നതിന് ശേഷം അവൾ ഇത് പൊക്കിയെടുത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അളിയൻ അനുമോളുടെ അടുത്ത് അത്രയും ദേഷ്യമായതിനു ശേഷം അങ്ങോട്ട് കുത്തിയിരുന്നു ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇവ മറ്റേതാ ഏതാ അനീഷിനോ ഇഷ്ടം, അനീഷിനോട് പ്രണയം, അവന്റെ മറ്റേ വീഡിയോ കണ്ടില്ല ഇങ്ങനെ. അതുപോലെ അനീഷിനോട് ഇഷ്ടം, അനീഷിനോട് പ്രണയമൊക്കെ മൂത്ത് അതൊരു വലിയ ദിവ്യ പ്രണയത്തിലേക്ക് എത്തി. അനീഷിന് ഇഷ്ടം തോന്നിയ ഒരു പെണ്ണല്ലേ അവൾ എന്റെ എതിരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അവക്കെതിരെ ഇരുന്ന് കളിക്കുന്നതായിട്ടാണ് ഇതിങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ കാണാൻ മനസ്സിലാവുന്നത്. അവരതൊക്കെ ചെയ്തു ഈ പഴയ വീഡിയോസ് ഒക്കെ കുത്തിപ്പൊക്കി എടുത്തോണ്ട് വന്നിട്ട് സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വിടുന്ന നിന്നെ ഉണ്ടല്ലോ.